ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽസുഖ് ഉഖ്ന ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ഈജിപ്തിൽ ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് സേനകളെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഇലക്ട്രോണിക് ചെലാൻ കം റിട്ടേൺ ECR സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22 വരെ നീട്ടിയതായി EPFO. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽസുഖ് ഉഖ്ന ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. തുടർന്ന് വൈകിട്ട് ഖുറേൽസുഖ് ഉഖ്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മംഗോളിയൻ പ്രസിഡന്റ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരും ജനപ്രതിനിധികളും അടങ്ങുന്ന ഉന്നതതല സംഘവും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ഇന്നലെ ഒപ്പുവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ത്, തുർക്കി രാഷ്ട്രതലവന്മാർ, ഖത്തർ അമീർ എന്നിവരാണ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഈജിപ്തിലെ ഷാർമൽ ഷെയ്ഖ് നഗരത്തിൽ നടന്ന സമാധാന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഉടമ്പടി ഒപ്പുവെക്കുന്ന ചടങ്ങ് നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയുടെ പ്രധാന ഘടകമാണിത്. ലോകത്തിനും മധ്യപൂർവേഷ്യയ്ക്കും മഹത്തായൊരു ദിവസം എന്നാണ് US പ്രസിഡന്റ് ഉടമ്പടിയെ വിശേഷിപ്പിച്ചത്. ഗാസയിലെ യുദ്ധം അവസാനിച്ചുവെന്നും മാനുഷിക സഹായം കൂടി എത്തിച്ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി ഈ ഘട്ടം ചരിത്രപ്രധാനമായ വഴിത്തിരിവാണെന്ന് പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം ഈജിപ്തിലേക്കെത്തി പ്രസിഡന്റ് അൽ സിസിയോടൊപ്പം സംയുക്തമായി ഉച്ചകോടിക്ക് നേതൃത്വം നൽകി. 30-ലധികം രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗാസയിൽ അവശേഷിച്ചിരുന്ന ബന്ദികളെയും ഇസ്രായേലിന് കൈമാറിയ ഹമാസിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ബന്ദികളുടെ കുടുംബങ്ങളുടെ ധൈര്യത്തിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിശ്ചയദാർഢ്യത്തിനുമുള്ള ആദരസൂചകമാണ് ഈ മോചനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കും പ്രധാനമന്ത്രി പിന്തുണ അറിയിച്ചു. 2 വർഷത്തിലേറെ തടവറയിലായിരുന്ന 20 ബന്ദികളെയാണ് ഇന്നലെ ഹമാസ് കൈമാറിയത്. ഹമാസിന്റെ ഈ നടപടി മധ്യപൂർവ്വ ദേശത്തിന്റെ പുതിയ പുലരിയെന്നാണ് ഇസ്രായേലി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും VVPATകളുടെയും ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ദേശീയ സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. EVMകളുടെയും VVPATകളുടെയും മണ്ഡലം തിരിച്ചുള്ള പട്ടിക എല്ലാ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്കും ലഭ്യമാക്കിയതായും കമ്മീഷൻ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയ്ക്ക് സേനകളെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 32 രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും. പ്രവർത്തന സംബന്ധിയായ വെല്ലുവിളികൾ, സമാധാന പാലനത്തിനായി ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ഐക്യരാഷ്ട്ര സമാധാന പാലന സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ വേദിയാണ് ഈ കോൺക്ലേവ്. ഇലക്ട്രോണിക് ചെലാൻ കം റിട്ടേൺ ECR സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22 വരെ നീട്ടിയതായി EPFO അറിയിച്ചു. EPFO പോർട്ടലിലൂടെ റിട്ടേൺ സമർപ്പണം കൂടുതൽ ലളിതമാക്കുന്നതിനാണ് ഈ ചെലാൻ സംവിധാനം നടപ്പാക്കുന്നത്. പുതിയ ECR സംവിധാനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് തീയതി നീട്ടിയതെന്നും EPFO അറിയിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലെ 13 സങ്കീർണ നിയമങ്ങൾ ഏകീകരിച്ച് തുക പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന CBT 238 യോഗത്തിലാണ് തീരുമാനം.
കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ GST പരിഷ്കരണം മിസോറാമിലെ വിവിധ വ്യവസായങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് വിലയിരുത്തൽ. മിസോറാമിലെ വിനോദസഞ്ചാരം, കരകൌശല വിദഗ്ധർ, കർഷകർ തുടങ്ങിയവർക്കാണ് ഇതിന്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുക. ഇതിനു പുറമെ പരമ്പരാഗത ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും GST പരിഷ്കരണം ഉപകരിക്കും. സംസ്കരിച്ച മിസോ മുളക്, മഞ്ഞൾ, ഇഞ്ചി, മുള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ GST 18% നിന്ന് 5%. 7,500 രൂപ വരെ ഈടാക്കുന്ന താമസ സ്ഥലങ്ങളുടെ GST നിരക്ക് 5% കുറച്ചത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ഈ സെപ്റ്റംബറിൽ 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.54% കുറഞ്ഞു. 2025 ഓഗസ്റ്റിൽ ഇത് 2.07% 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വാർഷിക പണപ്പെരുപ്പ നിരക്കാണിതെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. അനുകൂല സാഹചര്യങ്ങളും പച്ചക്കറികൾ, എണ്ണ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയുടെ വിലയിലുണ്ടായ ഇടിവുമാണ് കുറവിന് കാരണമായി കണക്കാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആഘോഷവേളകളിൽ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ. ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാനുള്ള സമയം രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള 2 മണിക്കൂറായി നിജപ്പെടുത്തി. കൂടാതെ ആശുപത്രികൾ, കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ നിശബ്ദ മേഖലകളുടെ 100 മീറ്ററിനുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നു. ഫെയർ സേ ഫുർസത്ത് സംരംഭത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു കിഞ്ചിറാപ്പു തുടക്കം കുറിച്ചു. വിമാനയാത്രാ നിരക്കിൽ അടിക്കടിയുണ്ടാകുന്ന വ്യത്യാസങ്ങൾ യാത്രക്കാർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുകയാണ് ലക്ഷ്യം. പ്രാദേശിക വിമാനയാത്ര കൂടുതൽ ലളിതമാക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. സ്പെഷ്യൽ ക്യാമ്പയിൻ 5.0 കീഴിൽ ക്ലീൻ ടോയ്ലറ്റ് പിക്ചർ ചലഞ്ച് ആരംഭിച്ച് ദേശീയപാത അതോറിറ്റി. ഇതിലൂടെ ദേശീയപാത ഉപയോക്താക്കൾക്ക് വൃത്തിഹീനമായ ശൌചാലയങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും പാരിതോഷികം നേടാനും അവസരം ലഭിക്കും. ദേശീയപാതയിലെ ടോൾ പ്ലാസകളിലെ വൃത്തിഹീനമായ ശൌചാലയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഹൈവേ ഉപയോക്താക്കളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ശുചിത്വവും ആരോഗ്യകരമായ സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് അത്തരം റിപ്പോർട്ടുകൾക്ക് പാരിതോഷികം നൽകും. രാജ്മാർഗ് യാത്ര ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പിലൂടെ ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത് ഉപയോക്താവിന്റെ പേര്, സ്ഥലം, വാഹന രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ നൽകി വൃത്തിഹീനമായ ശൌചാലയങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസനക്ഷേമ പഠന പരിപാടി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്ക് അരികിലെത്തി നടത്തുന്ന ഈ പഠനം ജനങ്ങളുടെ ആവശ്യവും പ്രതിസന്ധികളും ആഴത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേട്ട ശേഷം സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. പ്രവാസി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരം ഉണ്ടാകും. കണ്ണൂർ ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളിൽ നടത്തിയ തുമ്പികളുടെ സർവേയിൽ 7 പുതിയ ഇനങ്ങളെ കണ്ടെത്തി. ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിസ്ഥിതി സംഘടനകളുടെ സഹകരണത്തോടെയാണ് 3 ദിവസത്തെ സർവേ നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആറളത്തെയും കൊട്ടിയൂരിലെയും 7 മേഖലകളിലായി നടന്ന സർവേയിൽ 58 സ്പീഷീസുകളെയാണ് രേഖപ്പെടുത്തിയത്. കുറുനഖവാലൻ, ചോലക്കടുവ, പൊക്കൻ കടുവ, നീലക്കറുപ്പൻ വ്യാളി, മഞ്ഞക്കറുപ്പൻ മുളവാലൻ, വയനാടൻ അരുവിയൻ, നാട്ടുപെരുങ്കണ്ണൻ എന്നിവയാണ് പുതുതായി കണ്ടെത്തിയ തുമ്പികൾ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങൾ. ഗവേഷകർ, വിദ്യാർത്ഥികൾ, പ്രകൃതിസ്നേഹികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 65ഓളം പേർ സർവേയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ഇന്ത്യയ്ക്ക് ഇനി വിജയത്തിനായി വേണ്ടത് 58 റൺസ് മാത്രമാണ്. 121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 4ാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 1 വിക്കറ്റിന് 63 റൺസ് നേടിയിട്ടുണ്ട്. വിൻഡീസിന്റെ 2ാം ഇന്നിംഗ്സ് 390 റൺസിന് അവസാനിച്ചിരുന്നു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ന് ഇന്ത്യയുടെ സായ് പ്രതീകും PK റോയും ചൈനീസ് തായ്പി സഖ്യത്തെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടിയും വനിതാ സിംഗിൾസിൽ അൻമോൾ ഖർബും ഇന്ത്യയ്ക്കായി ഇന്ന് കളത്തിലിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും.
ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽ സുഖ് ഉക്കിന ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ഈജിപ്തിൽ ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് സേനകളെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഇലക്ട്രോണിക് ചെലാൻ കം റിട്ടേൺ ECR സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22 വരെ നീട്ടിയതായി EPFO. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.